ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ ആരോട് സംസാരിച്ചാലും അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും, നിങ്ങൾക്ക് വശപ്പെടും. അങ്ങനെയുള്ള ഒരു രഹസ്യവിദ്യ, നല്ല വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ ഫലം ഉണ്ടായിട്ടുണ്ട്. ഞാനത് ശരിയായിട്ട് ചെയ്യാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക. ഇതെല്ലാം ശിവവിദ്യയാണ്. ശിവനിൽ നിന്നും ശിവനിലേക്കുള്ളതാണ് എൻ്റെ യാത്ര. അതുകൊണ്ട് തന്നെ ഈ വിദ്യ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതിന് ഞാൻ സാക്ഷാൽ പരമേശ്വരനോട് നന്ദി പറയുന്നു. ഓം ശിവം സർവം ശിവോഹം, ദേഹം ശംഭും ശിവോഹം, ദേവം വിഭും ശിവോഹം, ഗുരും പരം ശിവോഹം. പരമശിവന് നന്ദി പറയുന്നു. ഇത് നിങ്ങൾ ആരറിഞ്ഞാലും അവരൊക്കെ ഭഗവാൻ പരമേശ്വരൻ്റെ അനുഗ്രഹമുള്ളവരാണ്. ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഇതാരും ഒരിക്കലും പറഞ്ഞു തരാത്ത കാര്യമാണ്. ആരും, ഞാനിത് പറഞ്ഞു കഴിഞ്ഞ് ഇനി പലരും പറയുമെന്നറിയത്തില്ല. അത് വീഡിയോയുടെ ഡേറ്റ് നോക്കി അറിയാം. ഇതുവരെ ഇതാരും പറഞ്ഞു തന്നിട്ടില്ല. ഇതങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമില്ല. അകവും പുറവും ശിവനെ ധ്യാനിച്ച് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് ഓരോ ശ്വാസത്തിലും ഭഗവാനെ നനച്ച് ഭഗവാൻ തന്നെയാണ് എല്ലാം എന്ന് സങ്കല്പിച്ച് ആ ശിവവിദ്യ ചെയ്യുന്ന ആ ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇതൊന്നും ആർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അങ്ങനെ കിട്ടുന്ന കാര്യമല്ലത്. ഇനി ഇതുപോലെ ഒരാൾ വന്ന് ഇതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞും തരത്തില്ല. ഇതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്, വൈഭവമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തോളുക, നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഏതൊരാൾക്കും പ്രയോജനപ്പെടുത്താം. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യത്തിന് വേണ്ടി ആർക്കും പറഞ്ഞു കൊടുക്കാം. അവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടാകും. വശമാകുമെന്ന് വെച്ചാൽ ആളുകൾ വശമാകും, ധനവശ്യമുണ്ടാകും, എല്ലാ തരത്തിലുള്ള ഒരു നമുക്ക് അനുകൂലമായിട്ട് വരും. അതിനൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മുഴുവൻ വീഡിയോ കാണണം. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാം നന്മ ഉണ്ടാകട്ടെ. ഇനി ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനിലയാണ് വിശകലനം ചെയ്യുന്നത്. വാട്സപ്പിൽ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ മറുപടി തരും. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പറഞ്ഞുതരും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ നല്ല മന്ത്രങ്ങൾ, അവനവന് ചെയ്യാവുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ശരനൂൽ വിദ്യകൾ, രഹസ്യ ശിവവിദ്യകൾ, ഭദ്രകാളിയുടെ പല കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ക്ഷേത്രത്തിലേക്കുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ. അതൊക്കെ അങ്ങനെയാണ്. അതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളാണ്. ക്ഷേത്രത്തിൽ പോയി ചിലപ്പോൾ ആവർത്തി ചെയ്യേണ്ടി വരും. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ റിപ്ലൈ തരും. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എപ്പോഴും വർക്കുകൾ കാണും. ഞാൻ ഫ്രീ ആകാറില്ല. അപ്പം ഫ്രീ ആകുമ്പോൾ കുറച്ച് ആളുകളെ എടുത്ത് റിപ്ലൈ ചെയ്യും. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം എന്നുള്ളതാണ്. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും വാട്സപ്പിൽ വർക്ക് ഉണ്ടാവും. വർക്കില്ലാതെ എനിക്കങ്ങനെ എപ്പോഴും ഉണ്ടാകും വർക്ക്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ തന്നെ വർക്കിൽ സമയത്തിന് തീരുന്നില്ല. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. കാരണം വർക്കുകളിലായിരിക്കും എപ്പോഴും. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭാഗ്യസംഖ്യ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അറിയാത്തവർക്ക് ഞാനത് വിശദമായിട്ട് കാണിച്ചു തന്നു. പക്ഷേ വാട്സപ്പിൽ എത്രയോ മെസ്സേജുകളാണ് കിടക്കുന്നറിയാം. എനിക്കിപ്പോൾ 2 ദിവസം ഇരുന്നിട്ടും ഞാൻ കുറേ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുത്ത് തീരുന്നില്ല. എനിക്ക് ലാസ്റ്റ് കണ്ണിന് ചെറിയ വേദന പോലെ ആയി. അതുപോലെ ആളുകളാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അറിയാത്തവർ, ചെയ്തിട്ട് മനസ്സിലാകാത്തവർ. പക്ഷേ ഇത് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഞാൻ ചെയ്തവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും. ഇപ്പം കുറേ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് എന്നിട്ടും തീരുന്നില്ല. ഒരുപാട് മെസ്സേജുകൾ കിടക്കുകയാണ്. അത് ഞാൻ കുറേശ്ശെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഏതായാലും ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഈ വിദ്യ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കണം എങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ഇതെല്ലാം ശിവവിദ്യ, നല്ല കാര്യത്തിന് വേണ്ടിയേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റേതായ നല്ല കാര്യത്തിനല്ലെങ്കിൽ അതിൻ്റേതായ തിരിച്ചടികളും ഉണ്ടാകാം. കാരണം നല്ല കാര്യത്തിന് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ നമുക്ക് അനുകൂലമാകണമെന്നുണ്ടെങ്കിൽ ഒരു രഹസ്യവിദ്യ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്തു നോക്കിക്കോ. കറക്റ്റ് അത് ഫലമാകുന്ന കാര്യമാണ്. കാരണം ചെയ്തവർക്കൊക്കെ ഗുണമായിട്ടുണ്ട്.
അതായത് ശ്രദ്ധിച്ച് കേട്ടോണം, സംശയമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. നമ്മുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നു, നമ്മുടെ നേരെ നിൽക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ നിങ്ങളുടെ ഇടത് കൈ ആ ഇടത് സൈഡിലേക്ക് ഇടത്തോട്ട് ഒരു സ്റ്റെപ്പ് മാറിയിട്ട്, നിങ്ങൾ നിൽക്കുന്നിടത്തു നിന്ന് ഇടത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ച് മാറിയിട്ട് നിങ്ങളുടെ ഇടതുമൂക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച്, ശ്വാസം എടുക്കുകയും വിടുകയും സാധാരണ പോലെ ചെയ്യുക, മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് അയാളോട് സംസാരിക്കുക. വശപ്പെടും, നമുക്ക് അനുകൂലമായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അത് മുഴുവൻ കേൾക്കണം. ധനം വശ്യത്തിൻ്റെ പറഞ്ഞു തരുന്നുണ്ട്, ദേവതാ വശ്യം പറഞ്ഞു തരുന്നുണ്ട്, അതുകൊണ്ട് മുഴുവൻ കേൾക്കണം കേട്ടോ. ഇത് ഞാനൊരു തുടക്കമാണ്, അങ്ങോട്ട് കിടക്കുന്നേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നു, അത് നിങ്ങളുടെ ഒരു ബോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിലുള്ള സബോർഡിനേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമുക്ക് അവരങ്ങ് അനുകൂലമായിട്ട് വരണം നല്ല കാര്യത്തിന് വേണ്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ നേരെ നിൽക്കുക ആദ്യം, എന്നിട്ട് ഇടത്തോട്ടൊരു 4 സ്റ്റെപ്പ് വെച്ച് നമ്മൾ ഇടത്തോട്ടൊന്ന് മാറുക. ഒരു സ്റ്റെപ്പ് വെച്ച് മാറി ഇടത്തോട്ട് ഒരു സ്റ്റെപ്പ് മാറി നിൽക്കുക. ഒരു സ്റ്റെപ്പ് വെച്ചങ്ങ് ഇടത്തോട്ട് മാറി നിൽക്കണം. എന്നിട്ട് നിങ്ങളുടെ ഇടതുമുക്കിനുള്ളിൽ ശ്വാസത്തെ ജസ്റ്റ് മനസ്സുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ശ്വാസം എടുക്കാൻ പിടിക്കാൻ സാധാരണ പോലെ ചെയ്യുക, അതിനൊന്നും കുഴപ്പമില്ല. മനസ്സുകൊണ്ട് ഇടതുമുക്കിനുള്ളിൽ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് സന്തോഷത്തോടു കൂടി ആ വ്യക്തിയോട് സംസാരിക്കണം. അങ്ങനെ ഒരു 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 അല്പം സെക്കൻഡുകൾ ഇടതുമുക്കിനുള്ളിൽ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച ശേഷം ആ വ്യക്തിയോട് സന്തോഷത്തോടെ സംസാരിക്കണം, വശമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പം ഭാര്യയും ഭർത്താവും വഴക്കാണ്, ഭർത്താവിനെ ഒന്ന് അനുകൂലമാക്കണം, ഇങ്ങനെ ചെയ്യാം. ഇനി ഭാര്യ അനുകൂലമാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി ആ മക്കൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, അവരോട് ഒരു കാര്യം പറഞ്ഞാൽ അവർ കേൾക്കണം, ഇങ്ങനെ ചെയ്യാം. പിന്നെ ആർക്ക് വേണേലും ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരു ബോസ്, ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നമ്മൾക്കെതിരെ എപ്പോഴും നമ്മളെല്ലാ കുറ്റങ്ങളും കണ്ടുപിടിക്കുന്നു, അന്യായമായിട്ട് നമ്മളോട് ദേഷ്യപ്പെടുന്നു, ന്യായമില്ലാതെ തെറ്റുകൾ കണ്ടാൽ പറയണം, അതിനൊന്നും ന്യായമുള്ള കാര്യത്തിന് വേണ്ടി ചെയ്യുക. അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല, ഉദ്യോഗസ്ഥൻ വെറുതെ നമ്മളോട് ദേഷ്യപ്പെടുകയാണ്, അനുകൂലമാക്കണേ ഇങ്ങനെ ചെയ്യാം. ഇനി തിരിച്ച് ഉദ്യോഗസ്ഥന് അയാളുടെ കീഴിലുള്ള സ്റ്റാഫിനെ അനുകൂലമാക്കണമെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി. ഇതിനെല്ലാം ഒരു സത്യം വേണം കേട്ടോ, നീതി വേണം, ആ ആളുടെ ഭാഗത്തൊരു നീതി വേണം, മനഃശുദ്ധി വേണം. കാരണം ശിവവിദ്യ മറ്റ് ഒരു സ്വാർത്ഥ അല്ലെങ്കിൽ ഒരു മോശം ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്താൽ അതിന് ഫലിക്കണമെന്നുമില്ല, അതിന് ചിലപ്പോൾ തിരിച്ചടികളും വരാം. കാരണം ഇത് ശാസ്ത്രവിദ്യയാണ്, സത്യമുള്ളതാണ്, ശിവവിദ്യയാണ്. അപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് എവിടെ വേണമെങ്കിലും പ്രയോജനപ്പെടുത്താം. ഇങ്ങനെ നിങ്ങൾക്ക് ആരെ അനുകൂലമാക്കി മാറ്റാൻ പറ്റും, ഇത് നിങ്ങൾ ചെയ്തു നോക്കിക്കൂ. ഇനിയും ഇതിപ്പം നമുക്ക് പൈസ ആരെങ്കിലും നമുക്ക് തരുന്നു, അപ്പോൾ എന്ത് ചെയ്യണം? അവരുടെ നേരെ നിന്നിട്ട് ഇടത്തോട്ട് ഒരു സ്റ്റെപ്പ് മാറിയിട്ട് ഇടതുമുക്കിനുള്ളിൽ ശ്വാസത്തെ ജസ്റ്റ് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശേഷം ഇടത് കൈ കൊണ്ടോ വലത് കൈ കൊണ്ടോ പണം വാങ്ങുക. ഇനി വലത് കൈ കൊണ്ട് വാങ്ങിയാൽ ഇടത് കൈ പിടിച്ച് ഇടതുമുക്കിനുള്ളിൽ ശ്വാസത്തെ ഒന്ന് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച ശേഷം ഇടത് കൈ കൊണ്ട് പേഴ്സി വെക്കുക, പണം വർദ്ധിച്ചു വരും. എവിടെ നിന്ന് പണം വാങ്ങിയാലും ഇങ്ങനെ ചെയ്യുക, പണം വർദ്ധിച്ചു വരും. ചെയ്തു നോക്കുക നിങ്ങൾ. അത്ഭുത വിദ്യകളായി പറഞ്ഞായിരുന്നു, ശിവവിദ്യകളാണ് പറഞ്ഞായിരുന്നത്. എൻ്റെ യാത്ര ശിവനിൽ നിന്ന് ശിവനിലേക്കുള്ള യാത്ര. ഞാനങ്ങ് പോവും, അല്ല ഞാൻ ആ ഭഗവാനെ ലയിച്ച് എൻ്റെ കാലം കടന്നു പോകും, അല്ല ഞാൻ ആ ഭഗവാനെ ലയിച്ചാണ് ഓരോ നിമിഷവും ജീവിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു തരുന്ന വിദ്യകൾ നിങ്ങൾ ഉള്ളിടത്തോളം കാലം ഇതാരറിയുന്നോ ആ കാലത്തോളം ഇത് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ ശൈവ ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സാധാരണ ആളുകൾക്ക് കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് എഴുതി വെക്കണം, നിങ്ങളുടെ വീട്ടിലെ ഒരു ബുക്കിൽ, നിങ്ങളുടെ പൂജാമുറിയിൽ എവിടെയാണെന്ന് വെച്ചാൽ എഴുതി വെക്കണം. ഇതൊക്കെ തലമുറകൾ പ്രയോജനപ്പെടും, ഇത്തരം അറിവുകൾ. ഇതെല്ലാം ഒരു സമാധാനം, സന്തോഷം, ഐക്യം, ജീവിത വിജയം, ധനമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന വിദ്യകളാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇനി ഇതുപോലെ ആരും പറഞ്ഞു തരികയല്ല. ഇത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണെന്ന് വിചാരിക്കുക. ഞാനീ പറഞ്ഞു തരുന്നതെല്ലാം ശിവനിൽ സമർപ്പിച്ചാണ്. ഭഗവാന്റെ ആ പ്രേരണ കൊണ്ടും ഭഗവാന്റെ അനുവാദവും ആ ഭഗവാനിൽ സമർപ്പിച്ചാണ് ഈ പറഞ്ഞു തരുന്നത്. എനിക്ക് നിരവധി തവണ ഭഗവാന്റെ ശിവാനുഭവങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓച്ചിറ ഉണ്ടിക്കാവി ഇരുന്നപ്പോഴും, തിരുനക്കര കോട്ടയം തിരുനക്കര അമ്പലത്തിൽ ഇരുന്നപ്പോഴും ഞാൻ ചെയ്യുന്നത് ശിവവിദ്യയാണ്. അത് ആ ശൈവ ഗുരുക്കന്മാർ ചെയ്ത
ശിവനോളം പഴക്കമുള്ള ശ്വാസവിദ്യയാണ് ചെയ്യുന്നത്. പിന്നെ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഞാൻ ഗുരുവിൽ നിന്ന് സ്വീകരിച്ചാണ്. അതൊക്കെ എൻ്റെ ആത്മാവിൻ്റെ സംസ്കാരത്തിലുള്ള കാര്യമാണ്. എത്രയോ ജന്മജന്മാന്തരങ്ങളിലൂടെ ജനിമൃതികളിലൂടെ കടന്നു വന്ന ആത്മാവിൻ്റെ സംസ്കാരത്തിലുള്ള നമ്മൾ ഏത് ജന്മത്തിലാണെങ്കിലും ചില വിദ്യകൾ ചെയ്താൽ, സത്യസന്ധമായിട്ട് ചെയ്താൽ, അടുത്ത ഒരു ജന്മത്തിലേക്ക് വരുമ്പോൾ അത് നമ്മളിലേക്ക് വരും. അത്തരത്തിലാണ് ഈ ശിവവിദ്യകളൊക്കെ എന്നിലേക്ക് വന്നത്. ഞാൻ ജന്മാനുജന്മങ്ങളായി ഉപാസിച്ച കാര്യങ്ങൾ, ചെയ്ത വിദ്യകൾ, അത് ഈ ജന്മങ്ങളിൽ നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. ഞാൻ ഒരുപാട് ശിവവിദ്യകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നൊരു വിദ്യയാണ്. ഞാൻ പറഞ്ഞ ശിവവിദ്യ കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ സന്തോഷമായിട്ട് പോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരുപാട് ആളുകളുടെ ആ മനസ്സിൻ്റെ ടെൻഷൻ വിഷമങ്ങളൊക്കെ മാറി അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, ഐശ്വര്യം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, സമ്പത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, കുടുംബ ഐക്യം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ശിവവിദ്യകളാണ്, സത്യമായ വിദ്യകളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഏത് കാര്യത്തിനും പ്രയോജനപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ആരെയിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടിയാലും നിങ്ങൾ അവരുടെ നേവരെ നിന്നിട്ട് ഇടതോട്ട് ഒരു സ്റ്റെപ്പ് മാറിയിട്ട് നിങ്ങൾ ഇടതുമുക്കിനുള്ള ശ്വാസത്തെ മനസ്സുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് ശേഷം വലത് കൈ കൊണ്ടോ ഇടത് കൈ കൊണ്ടോ മേടിക്കാം. ഇനി ഇടത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് മേടിക്കുവാണെങ്കിൽ പോലും ഇടത് കൈ പിടിച്ച് ഇടതുമുക്കിനുള്ള ശ്വാസത്തെ ജസ്റ്റ് മനസ്സുകൊണ്ട്, കണ്ണ് തുറന്നുകൊണ്ടല്ല, മനസ്സുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച ശേഷം ഇത് ഇടത് കൈ കൊണ്ട് പേഴ്സി വെക്കുക, പണം വർദ്ധിച്ച് വരും. അല്ലെങ്കിൽ ക്യാഷ് ഡ്രോയിൽ വെക്കുക, പണം വർദ്ധിച്ച് വരും. ഒരു സംശയവും വേണ്ട. പണം കൊടുക്കുമ്പോഴെപ്പോഴും വലത് കൈ കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു 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 സൂക്ഷ്മ വിദ്യയാണ്, ശിവവിദ്യയാണ്, ശരനൂൽ വിദ്യയാണ്. ഇനിയും പറയാൻ പോകുന്നത് ഇതിനെക്കാട്ടും വലിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ഒരു സാമ്പിൾ മേടിക്കട്ടെ. ഇനിയും കിടക്കുന്ന തൃശ്ശൂർ വലിയ സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ ദേവതാവശ്യം, ദേവതയെ നിങ്ങൾക്ക് എങ്ങനെ വശമായിട്ട് നിർത്താം നല്ല കാര്യത്തിന് വേണ്ടി. ഇപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുക, ആ ദേവത നമുക്ക് വശമായിട്ട് നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് അതിന് ഫലപ്രാപ്തി ഉണ്ടാകുക. അങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി, നിങ്ങളൊരു ഉയർച്ചയ്ക്ക് വേണ്ടി ദേവതയെ നിങ്ങൾക്ക് അനുകൂലമാക്കി നിർത്താം എന്നുള്ളതാണ്. ദേവതയെ നല്ല ചിന്തയോടെ, ശുദ്ധ ചിന്തയോടെ, നന്മയ്ക്ക് വേണ്ടി നിർത്താൻ വേണ്ടി ഉള്ളതാണ് ദേവതാ സങ്കല്പം തന്നെ. നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു, നമ്മൾ ആ വിഗ്രഹത്തിൻ്റെ ശ്രീകോവിലിന് ഉള്ളിലെ വിഗ്രഹത്തിൻ്റെ നവരെ നിൽക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് നിന്ന ശേഷം ഇതുപോലെ തന്നെ ഇടത്തോട്ട് ഒരു സ്റ്റെപ്പും വെച്ച് മാറുക. എന്നിട്ട് ഇടത്തുമൂക്കിനുള്ളിൽ ശ്വാസത്തെ ജസ്റ്റ് മനസ്സുകൊണ്ട് ശ്രദ്ധിക്കുക. ഒരു സെക്കൻഡുകൾ മതി. എന്നിട്ട് നിങ്ങൾ ആ ദേവതയെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഫീൽ ഉണ്ടാവും. ആ ദേവത നിങ്ങളിൽ പ്രസാദിക്കും. രഹസ്യവിദ്യ, സൂക്ഷ്മവിദ്യയാണ്. ഏത് ദേവതയും പ്രസാദിക്കും. നിങ്ങൾക്ക് ആ ദേവത നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ സമ്പത്ത് ആവശ്യപ്പെടുവാണെങ്കിൽ സമ്പത്ത് തരും, നിങ്ങൾക്ക് അധികാരമാണെങ്കിൽ അധികാരം തരും, നിങ്ങൾക്ക് എന്താണേലും ആ ദേവത നിങ്ങൾക്ക് എന്തും ആ ദേവത നിങ്ങൾക്ക് നൽകും. സൂക്ഷ്മവിദ്യ. അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആദ്യം പൈപ്പിനകത്ത് കൈയും കാലും മുഖം പൈപ്പിലെ വെള്ളത്തിനകത്ത് ഒന്ന് നനയ്ക്കണം. പൈപ്പിലെ വെള്ളത്തിനകത്ത് നനയ്ക്കാൻ പറഞ്ഞത് അതൊരു ആചാരമായതുകൊണ്ടൊന്നുമല്ല. കുളം ഇപ്പം മഴയൊക്കെ പെയ്താൽ കുളം തെന്നിക്കിടക്കൊക്കെ ആകുന്ന സന്ദർഭങ്ങളാണെങ്കിൽ ചിലപ്പോൾ വഴുക്കൽ കാണാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അതൊരു ആചാരത്തിൻ്റെ ഭാഗമോ ഒന്നുമല്ല, അങ്ങനെ ചെയ്യാവുള്ളതൊന്നുമില്ല. പൈപ്പാകുമ്പം കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞാൽ. അപ്പം പൈപ്പിലെ പിന്നെ ചിലർ പൈപ്പ് തന്നെ വേണം എന്ന് പറയും. അവർ വിചാരിക്കും അതിൻ്റെ അകത്തൊരു ആചാരമാണ്, അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ. പൈപ്പ് പറഞ്ഞത് കുളത്തിലിറങ്ങി തെന്നി വീഴാതെ വഴുക്കിലൊക്കെയാണ് തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയാണ്. പൈപ്പിലാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഈ പൈപ്പിലെ വെള്ളത്തിൽ കൈയും കാലും മുഖവും നനയ്ക്കുക. ജലാംശം അപ്പോൾ ശരീരത്ത് നമുക്കൊരു ഉണർവ് കിട്ടും. അകത്തേക്ക് ചെന്ന് ശ്രീകോവിലിന് ജസ്റ്റ് നിന്നിട്ട് പെട്ടെന്ന് ഇടതുകാല് വെച്ച് നിങ്ങളുടെ ഇടത് കൈയുടെ ഭാഗത്തേക്ക് അതിനൊരു സംശയമൊന്നും വേണ്ട, ഒരു കാല് വെച്ച് മാറിയിട്ട് നിങ്ങളുടെ ഇടത് മൂക്കിനുള്ളിൽ ശ്വാസത്തെ ജസ്റ്റ് മനസ്സുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച്, ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ജസ്റ്റ് മനസ്സുകൊണ്ട് ഇടതുമൂക്കിനുള്ളിൽ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഒരു സെക്കൻഡ് നേരവും ശ്രദ്ധിച്ച ശേഷം സന്തോഷത്തോടെ ആ ദേവതയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആ ദേവതാനുഭവം ഓൺ ദ സ്പോട്ടിലുണ്ടാവും, അറ്റ് ദ മൊമെൻറ്റിലുണ്ടാവും. ആ ഒരു സുഖം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ദേവതയുടെ ഒരു അനുഗ്രഹം വരും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ ദേവത നിങ്ങൾക്ക് ഇന്നല്ലേ നാളെ സാധിച്ചു തരും. നിങ്ങളുടെ ആ ഒരു സമയവും കർമ്മഗതിയൊക്കെ അനുസരിച്ച് ആണ് ദേവത നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. അത് അനുഗ്രഹിച്ചിരിക്കും.
ദേവത നിങ്ങളെ കൈവിടത്തില്ല. ദേവത നിങ്ങൾക്കൊപ്പം ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും. രഹസ്യവിദ്യയാണ്, സൂക്ഷ്മവിദ്യയാണ്. ഇങ്ങനെയുള്ള വിദ്യകൾ ചെറിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ ശിവൻ്റെ വഴിയാണ്. സാക്ഷാൽ പരമശിവനിൽ നിന്ന് വരുന്ന ആ ഭഗവാന്റെ വഴികളാണിതെല്ലാം. കാരണം എൻ്റെ ഓരോ ശ്വാസവും ശിവനാമം ജപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ ശ്വാസവും പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതൊന്നും ആർക്കും പറഞ്ഞുതരാൻ പറ്റത്തില്ല. പറഞ്ഞുതരാൻ പറ്റും, പക്ഷെ ഇതുപോലെ നിങ്ങളെ മാറ്റുന്ന, നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തിയെ നിങ്ങളെ അറിയിക്കുന്ന സത്യമായ സനാതനമായ ഇത്ര സൂക്ഷ്മവിദ്യകൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാണെന്ന് വിചാരിച്ചാൽ മതി. വേറെ ഒന്നും വിചാരിക്കണ്ട. ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പം ഇങ്ങനെ ഈ ദേവത എന്തും സാധിച്ചു തരും. ഇനിയും നിങ്ങൾക്ക് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒരു കാര്യം സാധിക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം സാധിച്ചെടുക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിൽക്കുന്നതിന് തൊട്ട് മുൻപിൽ നിങ്ങൾ വിളിക്കുന്ന ഈശ്വരൻ ഉണ്ടെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഈശ്വര രൂപം മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്നിട്ട് ഇടത്തോട്ട് ഒരു സ്റ്റെപ്പ് മാറി നിന്നിട്ട് ഇടത്തുമുക്കിനുള്ളിൽ ശ്രദ്ധിച്ച് ആ ദേവതയോട് പ്രാർത്ഥിക്കുക. മനസ്സിൽ ചെയ്താൽ മതി. ആ കാര്യം ആ ദേവത നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ നടത്തി തരും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന എവിടാണോ അവിടെ നിങ്ങൾ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആ ദേവത ഉണ്ടെന്ന് സങ്കല്പിക്കുക. ദേവതയുടെ രൂപം മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ നിൽക്കുന്നതിന് കൈയുടെ ഇടത് ഭാഗത്തേക്ക് ഒരു സ്റ്റെപ്പ് മാറി നിന്നിട്ട് നിങ്ങളുടെ ഇടതുമൂക്കിൽ ജസ്റ്റ് മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി. മനസ്സുകൊണ്ട് ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. അല്ല കൈ പിടിക്കുകയൊന്നും വേണ്ട. ഈ പറയുമ്പോഴൊക്കെ ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ വിരൽ തൊടുകയൊന്നും വേണ്ട. മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും പിടിക്കുകയെല്ലാം സാധാരണ പോലെ ചെയ്യാം. ഈ പറഞ്ഞ വിദ്യകളിലെല്ലാം അങ്ങനെ തന്നെയാണ്. ശ്വാസം സാധാരണ രീതി എടുക്കുകയും പിടിക്കുകയും ചെയ്യാം. ജസ്റ്റ് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ച് ശേഷം ഒരു സെക്കൻഡ് ശ്രദ്ധിച്ച ശേഷം നിങ്ങൾ ആ ദേവതയോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. കണ്ണ് തുറന്ന് തന്നെ. പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ആ ദേവത നിങ്ങൾക്ക് സഹായമുണ്ടാവും. ഇനി നിങ്ങൾക്ക് ദൂരെയുള്ള ഒരാൾ അവർ നിങ്ങൾക്ക് അനുകൂലമാകണം. നിങ്ങൾ എന്ത് ചെയ്യണം? അവർ നിൽക്കുന്നത് നിങ്ങൾക്ക് നേരെയാണ് സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ ആ നിൽക്കുന്നിടത്ത് നിന്ന് ഇടത്തോട്ട് ഒരു സ്റ്റെപ്പ് മാറി ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ജസ്റ്റ് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. ജസ്റ്റ് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഒരു സെക്കൻഡ് അങ്ങനെ ശ്വാസത്തെ ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് സന്തോഷത്തോടെ വേണം. ഒരു സെക്കൻഡ് ശ്രദ്ധിച്ച ശേഷം ആ വ്യക്തിയോട് നിങ്ങൾ ഇന്ന കാര്യം ആ വ്യക്തി എനിക്ക് അനുകൂലമായി വരും എന്ന് മനസ്സിൽ ഉറപ്പിച്ച ശേഷം നിങ്ങൾ പിന്നെ കുറച്ചു നേരത്തേക്ക് ആ കാര്യം അങ്ങ് ചിന്തിക്കുകയോ ചെയ്തത്. എന്നിട്ട് ആ വ്യക്തിയായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുവാൻ വളരെ സാധ്യത കൂടുതലാണ്. അനുകൂലമായി വരുമെന്ന് തന്നെയാണ് പല അനുഭവങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു തവണ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വശപ്പെടണമെന്നില്ല. ചിലപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ വശമാകും. അപ്പോൾ നിങ്ങളിത് പല തവണ ആവർത്തിക്കണം. അതായത് നിങ്ങളുടെ മനസ്സും ഒക്കെ ഇതുമായിട്ടൊന്ന് ചേർന്ന് വരുമ്പോഴേ ഇത് വിദ്യ പെട്ടെന്ന് വർക്കൗട്ടാകുന്നു. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കതൊരു ശരിയാകണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ അനുഭവം വരും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഉറപ്പായിട്ടും ഇത് ശരിയായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഭവമായിട്ട് വരും. കാരണം ഇതൊക്കെ ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസിലോട്ട് ചെല്ലുന്നു, നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്ക്, അവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ സംശയം പാടില്ല, ശരിയാകുമോ. നിങ്ങളത് ഒരു ഉറച്ച മനസ്സോടുകൂടി വേണം ഇത് ചെയ്യാൻ. അച്ചട്ടാണ് നിങ്ങൾക്ക് സംശയം വന്നാൽ പോയി. ഒരു നേരിയ സംശയം പോലും വന്നു കഴിഞ്ഞാൽ അത് പോയി. നിങ്ങളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുന്നു, വണ്ടി ഇടിക്കുമോ എന്ന് ചോദിച്ചാൽ വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. സംശയം ഉണ്ടെങ്കിൽ ഏതും വർക്കൗട്ട് ആകത്തില്ല. മനസ്സിലാകുന്നില്ല. നിങ്ങളൊരു തൊഴിൽ ചെയ്യുന്നു, രക്ഷപ്പെടുമോ സംശയമാണെങ്കിൽ അവനത് വിജയിക്കത്തില്ല. ഒരു കുടുംബജീവിതം നയിക്കുന്നു, അവന് ഭാര്യ എപ്പോഴും സംശയമാണെങ്കിൽ ആ ജീവിതം രക്ഷപ്പെടത്തില്ല. അല്ല ഭർത്താവിന് ഭാര്യയെ സംശയമാണ്. അപ്പോൾ ഈ സംശയം വന്നാൽ ഒരു കാര്യം വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ചെയ്യുന്നത് വിശ്വാസം. ആ വിശ്വാസത്തോടെ ചെയ്താൽ കൃത്യം ഫലമാണ്. ചെയ്തവർക്കൊക്കെ ഫലമായിട്ടുണ്ട്.
പിന്നെ ഇത് പലതവണ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് കൂടുതൽ വശപ്പെടുന്നത്. കാരണം ഇപ്പോൾ ഒരു തവണയൊക്കെ ചെയ്താൽ ചിലർക്ക് വശമാകണമെന്നില്ല, പക്ഷെ ചിലർക്ക് വശമാവുകയും ചെയ്യും. പലതവണ നിങ്ങൾ തന്നെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു തവണ വശപ്പെടും. വശപ്പെട്ടാൽ പിന്നെ ഏത് നല്ല കാര്യത്തിനും ഉപയോഗിക്കാം, നല്ല കാര്യത്തിന് മാത്രം. ഭാര്യയും ഭർത്താവും പിണക്കമാണ്, ഒരു തവണ ചെയ്യുമ്പോൾ ചിലപ്പോൾ വശമായില്ല, പിന്നീട് ഒരു തവണ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ക്ലിയർ ആവും, അല്ലെ പിന്നീട് ഒരു തവണ ചെയ്യുമ്പോൾ അത് വശമാകും. ഒരു തവണ വശമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് എങ്ങനെ ചെയ്യുമ്പോഴാണ് വശമാകും. നിങ്ങൾക്ക് തന്നെ അതിൽ നിന്നൊരു അറിവ് കിട്ടും. പിന്നെ അങ്ങനെ ഇത് ആവർത്തിക്കുക. പണം വർദ്ധിച്ചു വരും, ആരും നിങ്ങൾക്ക് വശമാകും, എന്തും വശമാകും. വിളിക്കുന്ന ദേവത നിങ്ങളൊപ്പം കാണും. ഇതിനപ്പുറത്ത് എന്ത് കാര്യമുള്ള? ഇതിനപ്പുറത്തൊന്നുമില്ല, ഇതിനപ്പുറത്തൊരു സംഭവമില്ല. എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. ആ ഒരു മനസ്സോടുകൂടി വേണം ചെയ്യാൻ. അവിടെ യാതൊരു തരത്തിലുള്ള സംശയങ്ങളും വരാൻ പാടില്ല. സൂക്ഷ്മമായ വിദ്യയാണ്. എന്തും നേടിയെടുക്കാം, ആരെയും നല്ല രീതിയിലാക്കാം. നമ്മളിങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോലും ആ വ്യക്തി നല്ല സ്വഭാവമുള്ള ആളായിട്ട് വരും. കാരണം ഇത് പ്രപഞ്ച ശക്തിയാണ്, ശ്വാസമാണ്, ശിവനാണ്. ആ ശ്വാസത്തെ കൊണ്ടുള്ള വിദ്യയാണ്. ഇതിന് എതിരില്ല. ഇത് നല്ല കാര്യത്തിൽ നല്ല വിദ്യയാണ്. ഏതൊരാളെയും നന്മയിലേക്ക് നയിക്കാൻ പറ്റും. ഏതൊരു കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റും. സമ്പത്ത് ഞാൻ പറഞ്ഞില്ല, പണം ഇതുപോലെ മേടിച്ചാൽ ധനം വർദ്ധിച്ചു വരും. ചെയ്തു നോക്കുക നിങ്ങൾ. എന്നിട്ട് നിങ്ങളത് സ്വയം അനുഭവിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ പരമേശ്വരനോട് നന്ദി പറയുക. എന്നെ വഴി വെച്ച് കണ്ടാൽ പോലും മിണ്ടുക പോലും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. എനിക്കൊരു വിഷമവുമില്ല. ഞാനൊരു വഴികാട്ടി മാത്രമാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ ശിവനെ അനുഭവിക്കുന്നുണ്ട്, ഭഗവാനെ ലയിച്ചിരിക്കാൻ പറ്റുന്നുണ്ട്. അതിനപ്പുറം എനിക്കെന്താ വേണ്ടത്? എനിക്ക് വേറൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ എന്നെ കാണുമ്പോൾ മിണ്ടിയില്ലേ പോലും എനിക്ക് സന്തോഷമുള്ളൂ, മിണ്ടിയാലും സന്തോഷമുള്ളൂ, മിണ്ടിയില്ലേലും സന്തോഷമുള്ളൂ. എന്നെ അതൊന്നും ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം അകവും പുറവും ആ ഭഗവാനെ ലയിച്ചിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അതിനപ്പുറത്ത് എന്താ വേണ്ടത്? ആ സന്തോഷം കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ആ ഭഗവാന്റെ ഒരു ഉൾപ്രേരണ, അല്ലെ ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. അല്ലാതെ ഇതൊന്നും ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല, ആർക്കും പറ്റത്തില്ല. ഇതുവരെ ഇത് ആരും പറഞ്ഞിട്ടില്ല. ഈ ഭൂമിയിൽ എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, എത്രയോ പുണ്യാത്മാക്കൾ. ഇത് ആരും പറഞ്ഞുതരാത്ത വിദ്യ ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഇതെല്ലാം ശിവനിലേക്കുള്ള വഴിയാണ്. ദ വേ ടു ശിവ, ശിവനിലേക്കുള്ള വഴി. അവിടെ വേറൊന്നുമില്ല. അവിടെ സത്യം, ധർമ്മം, മനഃശുദ്ധി, മനഃശുദ്ധി, ശരിയായ ഈശ്വരവിശ്വാസം, നന്മ, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള വിദ്യകളെല്ലാം പറഞ്ഞു തരുന്നത്. നിങ്ങൾ ചെയ്തു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. വിശ്വാസത്തോടുകൂടി ചെയ്യണമെന്ന് മാത്രം. മനസ്സിൽ ഒരു തരി പോലും സംശയം പാടില്ല. അല്ലെ പലതവണ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിത് വശപ്പെടും. ചിലർക്ക് ആദ്യം തന്നെ വശപ്പെടും. ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അത് ഗുണമുണ്ടായിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും നമ്മൾ ഒരാളായിട്ട് വർത്തമാനം പറയുകയാണെങ്കിൽ ഈ വിദ്യ പ്രയോഗിച്ചാൽ നമ്മൾ പറയണ ആ വ്യക്തി മുന്നിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ ചിലപ്പോൾ അത് പ്രയോഗിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ വിചാരിക്കണം ആ വ്യക്തി മുന്നിൽ നിന്ന് സംസാരത്തിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ സംസാരിച്ചിരിക്കും, മാറത്തില്ല. ചിലപ്പം ചില കാര്യങ്ങൾക്ക് പരീക്ഷിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ ആദ്യകാലത്ത് ഇതൊക്കെ ചെയ്യാറുണ്ട്. നല്ല കാര്യത്തിനുണ്ട്. നമ്മൾ തന്നെ ചില സുഹൃത്തുക്കളല്ലേ അല്ലെങ്കിൽ ഈ യോഗ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ അവരവിടെ അല്ലേ ആ വ്യക്തി അവിടെ നിന്ന് എത്ര നേരം വേണമെങ്കിലും നിന്ന് സംസാരിക്കും ആ പൊസിഷനിൽ. ഇതൊക്കെ ചെയ്ത് അനുഭവപ്പെട്ട കാര്യങ്ങളല്ല, അല്ലാതെ വെറുതെ പറയുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല, അനുഭവം ഉണ്ടായ കാര്യങ്ങളാണ്. ഇത് ഞാൻ ചിലർക്ക് പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. എൻ്റെ ഉള്ളിലെ ശിവൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിലും ആ ശിവനുണ്ട്. ഞാനും നിങ്ങളും ഒന്നും വ്യത്യസ്തരല്ല. അല്ലാതെ നിങ്ങളെക്കാട്ടി എനിക്ക് പുറമേ കൂടുതലായിട്ട് ഒരു കഴിവുമില്ല. നമ്മളെല്ലാം ഒരുപോലെയുള്ളൂ. ആ ഭഗവാൻ എൻ്റെ ഉള്ളിൽ എന്തുപോലെ ഉണ്ടോ നിങ്ങളുടെ ഉള്ളിലും ഉണ്ട്. നിങ്ങളും ഞാനും എല്ലാം സമമാണ്. അല്ലാതെ നിങ്ങളെക്കാട്ടി ഞാൻ യാതൊന്നും എനിക്ക് ഒരു കഴിവുകളും ഇല്ല. ശിവൻ എന്ന് പറഞ്ഞാൽ ആ സമമായ അവസ്ഥയാണ്. ആത്മീയത കൊണ്ട്, ഈശ്വര ചൈതന്യം കൊണ്ട് മനസ്സിനെ ആ ഒക്കെ സമമായ ഒരവസ്ഥയാണ് ശിവാവസ്ഥ എന്ന് പറയുന്നത്. അവിടെ ഞാനിപ്പം നിങ്ങളല്ല എന്നെക്കാട്ടി വലിയ ആളല്ല, ഞാൻ നിങ്ങളെക്കാട്ടി വലിയ ആളെന്ന് വിചാരിച്ചാൽ തീർന്നു, ആത്മീയത തീർന്നു. അഹം എന്നുള്ളൊരു ഭാവം വന്നു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളെപ്പോലെ തന്നെയാണ്. എനിക്ക് വേറെ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ ഈ ഭഗവാൻ എനിക്ക് തരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. എൻ്റെ ഉള്ളിലെ ശിവൻ എങ്ങനെ ഉണ്ടോ അതുപോലെ നിങ്ങളുടെ ഉള്ളിലും ശിവനുണ്ട്.
നിങ്ങളും എന്നെ പോലെ തന്നെ ഈശ്വര നിങ്ങളെ അതേ എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ എല്ലാ ഭഗവാൻ അനുഗ്രഹം ഉള്ളവരാണ് നിങ്ങളും. അല്ലാതെ എനിക്കൊരു പ്രത്യേകതയില്ല. അവിടെ ഭേദഭാവങ്ങളില്ല, പക്ഷാപാതങ്ങളില്ല. അതാണ് ശിവ തത്വം, അതാണ് ശിവാനുഗ്രഹം. ഇപ്പം ചിലരുണ്ടല്ലോ ഈ ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പം അല്ലെ പറഞ്ഞു തരുമ്പം അവരൊരു പടി മുകളിലാണ് എന്നുള്ള ചിന്തയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ശരിക്കും ശിവനിൽ ലയിച്ചവരങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല. അവിടെ ഒരാൾ വലുതും ഒരാൾ ചെറുതുമില്ല. അവിടെ ആ ഈശ്വരീയമായതെല്ലാം തുല്യ സമാവസ്ഥയാണെന്ന് എന്നറിയുന്നതാണ് ഏറ്റവും വലിയ ശിവഭഗവാനെക്കുറിച്ചുള്ള അറിവ്. അപ്പം നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക, നല്ല നല്ല ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഏതാളെയും നന്നാക്കുവാനും നമ്മൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കാനും പണം വർദ്ധിപ്പിക്കാനും സുഖമായിട്ട് ജോലി ചെയ്യാനും എല്ലാം ഉപകരിക്കും. 1 രൂപ ചിലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ ആരെ ആശ്രയിക്കണ്ട. അതാ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കുക. സ്വയം നിങ്ങൾക്ക് ചെയ്യാം. എല്ലാത്തിനുമുള്ള പരിഹാരമുണ്ട് അതിനകത്ത്. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴാണ് പലപ്പോഴും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റും. ഇതൊക്കെ സത്യസന്ധമായ സനാതനമായ കാര്യങ്ങളാണ്. ശിവവിദ്യയാണ്, എതിരില്ലാത്ത വിദ്യയാണ്. ഇപ്പം ഇതുപോലുള്ള നല്ല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക, ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഞാൻ ഒരു യാത്രയിൽ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. പിന്നെ ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല, എനിക്ക് പിന്നെ യാതൊരു അറിവുമില്ല. പക്ഷേ യാത്രയിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്നോടൊരു ആ പുള്ളിയുടെ ജീവിതം പറഞ്ഞു. അതായത് പുള്ളിക്ക് ഒരാണും ഒരു പെണ്ണുമാണ്. അപ്പോൾ പെൺകുട്ടിയെ നേഴ്സിംഗ് പഠിപ്പിച്ചു, നേഴ്സിംഗൊക്കെ പഠിപ്പിച്ച് വെളിയിലാണ്, നല്ല നിലയിലാണ്. ആൺകുട്ടി ഏതാണ്ട് ബിസിനസ്സോ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെയാണ്. അപ്പം പെൺകുട്ടി പഠിപ്പിച്ചു, അതിന് നേഴ്സിങ്ങിൻ്റെ ആയിട്ട് ജോലി കിട്ടി, വെളിയിലാണ്, കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ആൺകുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യ വീട്ടിലേക്ക് അങ്ങ് പോയി. ഭാര്യ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ അപ്പനെ അമ്മയും കാണാൻ പോലും അങ്ങനെ വരാറില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, വേറൊന്നും വേണ്ട, വല്ലപ്പോഴും വന്നൊന്ന് കാണുക, ഒന്നിച്ചിരുന്നൊരു ഭക്ഷണം കഴിക്കുക, അല്പം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറുക, ഒരു സന്തോഷമായിട്ട് അല്പനിമിഷങ്ങൾ, അത് മാത്രമേ ആ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ ആ ആൺകുട്ടിക്ക് അവൻ കല്യാണം കഴിച്ചു, ഭാര്യ വീട്ടിൽ പോയി, അങ്ങനെ അവിടെയൊക്കെ ജീവിക്കുകയാണ്. അപ്പോൾ അപ്പനും അമ്മയും ഒരുപാട് നാളായെന്ന് പറഞ്ഞ് കാണാൻ വന്നിട്ട്. പിന്നെ മോളുള്ളത് നേഴ്സിംഗൊക്കെ പഠിച്ച് വിദേശത്താണ്, വലിയ ശമ്പളമുണ്ട്, കുടുംബമുണ്ട്. ഒരു ദിവസം 170 രൂപ വന്നാൽ 30 ദിവസത്തേക്ക് എത്ര രൂപ വരും? നിങ്ങൾ കണക്കൂട്ടി നോക്കുക. ഞാൻ ആ തുക പറയുന്നില്ല, അത്രയും തുക അയച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്ക് ജീവിക്കാൻ. പക്ഷെ ഇവർക്ക് മരുന്ന് മേടിക്കാൻ പോലും തികയത്തില്ല. വലിയ ജോലിയാണ്, വലിയ സാമ്പത്തികമാണ്, മക്കളൊക്കെ ആ രീതിയിലാണ്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, എടോ മരിച്ചു കഴിയുമ്പോൾ വന്നേച്ച് വലിയ ഈ ആളുകളെയൊക്കെ ഒരുപാട് വിളിച്ച് വലിയ പന്തലൊക്കെ ഇട്ട് യൂട്യൂബിലൊക്കെ തത്സമയം സംപ്രേഷണം ചെയ്ത്, ഇപ്പോഴെല്ലാവരും അങ്ങനെയാണല്ലോ, തത്സമയം യൂട്യൂബിൽ ഈ മരിച്ചതിൻ്റെയൊക്കെ സംപ്രേഷണം ചെയ്യാറുണ്ടല്ലോ. വലിയ ആർഭാടമായിട്ട് മരിച്ചു കഴിഞ്ഞുള്ള കാര്യങ്ങളും ഭരണകാര്യങ്ങളും ഒക്കെ നടത്തും. പക്ഷെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് വരിക, ഞങ്ങൾക്ക് കൂടുതലൊന്നും തരണ്ട, മോന് അല്ലെ മോള് ഒന്ന് വന്ന്, മോള് പിന്നെ ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് ഇടയ്ക്ക് വരുമെന്ന് തോന്നും, പക്ഷെ വല്ലപ്പോഴേ വരത്തുള്ളൂ. മോന് നാട്ടിൽ തന്നെയുണ്ട്, മോനെ എപ്പം വേണേലും വരാം, പക്ഷെ അവൻ വന്ന് കാണാറില്ല അപ്പനെ അമ്മയും. ഒന്ന് കണ്ട് ഒരു സന്തോഷത്തോടെ അല്പനേരം കൂടെ ഇരുന്ന് ഒന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിരിക്കും. അല്ലാതെ ഞങ്ങൾക്ക് അവൻ്റെ നിന്നൊന്നും വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്ന ആ സ്നേഹമാണ്, അത് അവരുടെ അവകാശമാണ്, ഔദാര്യമല്ല. കാരണം ചെറുപ്പത്തിലെ എന്ത് കഷ്ടപ്പെട്ട ഈ മക്കളെ പഠിപ്പിച്ച് വളർത്തി നല്ല നിലയിലാക്കി കഴിയുമ്പോൾ
അവരെ നോക്കാൻ, അവർക്ക് കൂടെ നിൽക്കാൻ, അവരെ ഒന്ന് പിടിച്ച് നടത്താൻ, അല്ലെങ്കിൽ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ ആ ഒരു സഹായം ഇല്ല. ഇത് വരുമ്പോൾ അതൊരു വല്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ സ്വന്തം അപ്പനെ അമ്മയെ മറന്ന് എത്ര ഈശ്വരനെ വിളിച്ചാലും, എത്രയൊക്കെ സമ്പാദിച്ചാലും, എത്ര കഴുകനെ പോലും ഉയർന്നു പറഞ്ഞാലും ഒരു നാൾ താഴെ വരും. അതൊക്കെ കടവാണ്. അത് ഈ ജന്മത്തിലെ അടുത്ത ജന്മത്തിൽ ഇതെല്ലാം കടം വീട്ടേണ്ടതായിട്ട് വരും. കർമ്മം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒന്നും നേടിയെന്ന് തോന്നുന്നത് ഇങ്ങനെ നേടിയാൽ അതൊന്നും ഒരു നേട്ടമല്ല. പിന്നെ ആ വ്യക്തി ഞങ്ങളൊരു ഒരു ട്രെയിൻ യാത്രക്കിടെ പരിചയപ്പെട്ടതാണ്. പുള്ളി എങ്ങോട്ടോ പോയി, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ കൂടുതലായിട്ട് കാര്യങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എങ്കിലും ഇന്ന് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ അതങ്ങനെ ആലോചിച്ചു. അതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ യാത്രയിൽ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ അറിയില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല. എനിക്ക് ഇവിടുത്തുകാരനാണ് ആരാണ് ഒന്നും എനിക്കറിയില്ല. അന്ന് ട്രെയിൻ യാത്രയിൽ സമയമുള്ളതുകൊണ്ട് സംസാരിച്ചപ്പോൾ അയാളുടെ ജീവിതം പറഞ്ഞതാണ്. പ്രായമുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഇങ്ങനെ എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇപ്പം മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് ജോലി കിട്ടി, അവർ കാനഡയ്ക്കോ അമേരിക്കയ്ക്കോ UK ഒക്കെ പൊക്കോട്ടെ, സന്തോഷം. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിള്ളേരെ കൊച്ചിലെ പഠിപ്പിച്ച് വച്ചിരിക്കുന്നത് പണം ഉണ്ടാക്കണം, മറ്റുള്ളവരെക്കാട്ടിലും ഉയർന്ന രീതിയിലുള്ള ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കണം, മറ്റുള്ളവരെക്കാട്ടിലും എല്ലാം പണം സമ്പാദിക്കണം. ഇത്രയും അവരെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അവരെ കുറച്ച് കാര്യങ്ങളൂടെ പഠിപ്പിക്കണം. ഈ പണം ഉണ്ടാക്കിയാലും സ്വന്തം മാനുഷിക മൂല്യങ്ങൾ, അച്ഛനോടും അമ്മയോടുള്ള സ്നേഹം, സമൂഹത്തോടുള്ള സ്നേഹം, അതൊക്കെ പരിപാലിച്ചുകൂടെ പോകണം. അപ്പോഴാണ് ആ ഉണ്ടാക്കുന്ന പണത്തോടൊപ്പം നമ്മളൊരു മനുഷ്യനാകുന്നത്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ് ജീവിതം മുഴുവൻ. ഇവരുടെ പിള്ളേരെ ഇവർക്കും പിള്ളേർ കാണും. ഇവരെ ഇതുപോലെ തന്നെ ആയിരിക്കും, ഇതിലും കഷ്ടമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ജീവിത കാര്യങ്ങളിൽ അപ്പനോടും അമ്മയോടും ഒന്നും ബിസിനസ്സുകാരനാകരുത്. തൊഴിൽ ചെയ്തോ, ബിസിനസ് ചെയ്തോ, പണം ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ജോലി ചെയ്തോ, പക്ഷേ ജീവിത മൂല്യങ്ങൾ, അപ്പനും അമ്മയോടുള്ള സ്നേഹത്തിലൊന്നും ബിസിനസ് കാണിക്കരുത്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇങ്ങനെ എത്രയോ ജീവിതങ്ങൾ ഇന്നുണ്ട്. അവർ പഠിപ്പിച്ചതാണോ തെറ്റ്? അവർ നല്ലതായിട്ട് പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയതാണോ അവർ ചെയ്ത തെറ്റ്? അപ്പോൾ സ്നേഹം കൊടുക്കേണ്ടതിന് പകരം നിങ്ങൾ വീട്ടിലൊരു ഹോം നേഴ്സിനെ വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അത് വെച്ചോ, അത് നല്ലത് തന്നെ. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹം നിങ്ങൾ തന്നെ കൊടുക്കണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി, ആ പ്രായമായ വ്യക്തി എന്നോട് അന്ന് പറഞ്ഞ അതാണ്. ആ മക്കളുടെ ഒരു സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ട് ഈ നോക്കാനില്ലാത്തൊരു പല വൃദ്ധസദനങ്ങളിലൊക്കെ ആക്കും. പക്ഷെ ആ വൃദ്ധസദനങ്ങളിലൊക്കെ ആക്കിയാലും അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം കൊടുക്കാൻ പറ്റത്തില്ല. ആ സ്നേഹത്തിന് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. അതിനൊരു സത്യമുണ്ട്. അത് ഈശ്വരൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും ആരാണെന്ന് പറഞ്ഞാൽ. നിങ്ങൾ എത്രയൊക്കെ ലോകത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണേലും, എത്ര കഴിവുള്ള വ്യക്തിയാണേലും, എത്ര ടാലൻ്റുള്ള വ്യക്തിയാണേലും, എത്ര ജീനിയസ് ആണേലും, അല്ലെങ്കിൽ എത്ര സാധാരണക്കാരനാണേലും, ദൈവത്തിന് മുന്നിൽ ഈ അപ്പനും അമ്മയോടും അല്ലെ സഹോദരങ്ങളോടും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വേറെ എന്തു ചെയ്താലും ഈശ്വരൻ്റെ മുന്നിൽ അതിനൊക്കെ ഒരു നാൾ കണക്ക് പറയുക തന്നെ ചെയ്യേണ്ടി വരും. കർമ്മം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ഞാൻ ഇപ്പം ജാതകം പരിശോധിക്കുന്ന ഓൾമോസ്റ്റ് 90% ആളുകളും, കുട്ടികൾ എല്ലാം അമേരിക്ക, കാനഡ, USA, അയർലൻഡ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഇങ്ങനെ എത്രയോ രാജ്യങ്ങളാണ് കൂടുതലും പരിശോധിക്കുന്നതെല്ലാം. പിള്ളേരെല്ലാം പഠിച്ചങ്ങ് പോവുകയാണ്. 90% പിള്ളേരും നല്ലത് തന്നെ. അവരൊക്കെ രക്ഷപ്പെട്ടോട്ടെ, സന്തോഷമുള്ളൂ. അതോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ അമ്മയെ മറക്കാതിരിക്കുക. നിങ്ങൾ സാധിക്കുമ്പോഴൊക്കെ അവരെ വന്ന് കാണുക, അവരോടൊത്ത് അല്പനേരം ചിലവഴിക്കുക, അവരോടൊത്ത് ആഹാരം കഴിക്കുക, അവർക്കല്പം സ്നേഹം കൊടുക്കുക. അല്ലെ നിങ്ങൾ അവരെ കൂടെ കൊണ്ടുപോവുക, ഒറ്റപ്പെടുത്തുക. ചില ആളുകളുണ്ട്, അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യ വീട്ടുകാരുടെ പുറകെ അങ്ങ് പോകും. ഭാര്യയുടെ അച്ഛനെ അമ്മയെ സ്നേഹിക്കരുതെന്നല്ല പറഞ്ഞത്. പക്ഷെ സ്വന്തം അച്ഛനെ അമ്മയെ മറക്കരുത്. രണ്ട് കൂട്ടരെയും സ്നേഹിക്കണം.
ആരോടും പക്ഷാപാതം കാണിക്കരുത്. സ്നേഹം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ഇതൊക്കെ ഒരു ഈശ്വരനെ അറിയുമ്പോൾ അറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശിവനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾ ആ സത്യത്തെ അറിയണം. ജീവിതത്തിലെ ഇതുപോലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കണം. പഠിക്കുക, ജോലി കിട്ടുക, ജോലി ചെയ്യുക, പണം ഉണ്ടാക്കുക മാത്രമല്ല ജീവിതം. അച്ഛനെയും അമ്മയെയും അല്ലെ നിങ്ങളുടെ സഹോദരങ്ങളെയും അല്ലെ ചുറ്റുമുള്ള സമൂഹത്തെയും ഒക്കെ ആ നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ സ്നേഹവും ഒക്കെ പങ്കുവയ്ക്കലും കൂടിയാണ് ജീവിതം. അപ്പോഴേ ജീവിതം പരിപൂർണമാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര ഈശ്വരനെ വിളിച്ചാലും എന്തൊക്കെ ചാരിറ്റികൾ ലോകം മുഴുവൻ ചെയ്താലും സ്വന്തം അപ്പനെ അല്ലെങ്കിൽ സ്വന്തം അമ്മയെ ഒക്കെ ആ സ്നേഹം കൊടുക്കാതെ നിങ്ങൾ ചെയ്താൽ അത് അപ്പനോടും അമ്മയോടുള്ള കടം ജീവിതത്തിൽ ഒരിക്കലും വീട്ടാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, ആ കർമ്മദോഷം നിങ്ങളെ പിന്തുടരും. അതിനൊരു പ്രതിവിധിയില്ല. അപ്പം നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ അച്ഛനെയും അമ്മയും നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹം വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ഹോം നേഴ്സിനെ വെച്ചാലോ നിങ്ങൾ പണം അയച്ചു കൊടുത്താലോ ആ സ്നേഹം കിട്ടത്തില്ല. അത് നിങ്ങൾ കൊടുക്കണം. അത് നിങ്ങളുടെ ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. കാരണം അത് ചെറുപ്പത്തിൽ നിങ്ങൾക്ക് നൽകിയ കാര്യമാണ്. നല്ല അച്ഛൻ്റെ അമ്മമാരെ അതുപോലെ നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനും അമ്മയും നിങ്ങൾ മറക്കുമ്പോൾ ഈശ്വരനെ മറക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പഴയ ഒരു അനുഭവം ഞാനിന്ന് വെറുതെ ഇരുന്നപ്പോൾ മനസ്സിലൊന്ന് ഓർത്തു. ആ കണ്ണ് നിറഞ്ഞ ആ മനുഷ്യനെ അവ്യക്തമായ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. ഓർത്തപ്പം അത് നല്ല അതൊരു അറിയേണ്ട കാര്യമാണെന്ന് മനസ്സിൽ തോന്നി. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഭഗവാനെ വിളിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ആ പഴയൊരു ഓർമ്മ വന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. നമ്മൾ പലയിടത്തും കേൾക്കുന്നത്, പത്രത്തിൽ വായിക്കുന്ന ഒക്കെ കാര്യങ്ങളാണ്. മാതാപിതാക്കൾ ഇന്നിപ്പം നിങ്ങൾ നോക്കിക്കുക, നമ്മുടെ സമൂഹത്തിലൊക്കെ ഇറങ്ങി ചെന്നാൽ പല വീടുകളിലും പ്രായമായ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അവരുടെ പ്രായമായ സമയത്ത് അവരെ ഒന്ന് പിടിച്ച് നടത്താൻ, അവരെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒക്കെ മക്കൾ അവർ വളർത്തി അവരുടെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് അവരുടെ നല്ല സമയങ്ങൾ മുഴുവൻ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ച് അതിനൊക്കെ ഒരു സത്യമുണ്ട്. ആ മക്കളുടെ ഒരു സഹായമില്ലെന്ന് പറയുമ്പോൾ എത്ര ഉയർന്ന് പറഞ്ഞാലും എത്ര സ്വർണ്ണ കൊട്ടാരത്തിൽ കഴിഞ്ഞാലും ആ ഒരു ശാപം ഒരു പ്രതിവിധി കൊണ്ടും മാറത്തില്ല. അത് സ്നേഹം കൊടുത്ത് തന്നെ മാറത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മാത്രമല്ല, നല്ല പ്രവൃത്തിയും കൂടിയാണ്. പ്രാർത്ഥന മാത്രമല്ല, നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും കൂടിയാണ് ഈശ്വരൻ. ഇതറിയുമ്പോഴാണ് ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണമാകുന്നത്. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. പലരും പറയും ഈശ്വരനെ പലരും കുറ്റപ്പെടുത്താറുണ്ട്. അത് ഈശ്വരനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ചെറുപ്പകാലങ്ങളിൽ ഞാനും ഈശ്വരനെക്കുറിച്ച് കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു. ഞാൻ ഈ ശിവവിദ്യയിലേക്കൊക്കെ വന്ന് ധ്യാനിച്ചിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരറിവ് ഞാൻ പറയാം. ഈശ്വരൻ നീതിമാനാണ്. അതെന്തുകൊണ്ടാണെന്നറിയാം. ഈശ്വരൻ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. പക്ഷെ എല്ലാവർക്കും ബുദ്ധി കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് ആരുപയോഗിക്കുന്നോ അവർക്കുള്ളതാണ് ജീവിതം. ഇപ്പോൾ ഒരു പുലി ഒരു മാനിനെ ഇട്ട് ഓടിക്കുന്നു. നമ്മൾ കാണുമ്പോൾ തോന്നും ഈശ്വരൻ എന്താ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈശ്വരൻ ഒന്നിലും ഇടപെടാറില്ല. മാനിനെ ഓടാനുള്ള കഴിവും ഇങ്ങനെ മാനിൻ്റെ ചെവി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇതുകൊണ്ട് തന്നെ മാനിനെ ഈ പരിസരത്തിലെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ആ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ചെവി ഒരു പ്രത്യേക രീതിയിലാണ്. ശബ്ദങ്ങളെ തിരിച്ചറിയാനും, ചെറിയ ശബ്ദത്തെ പോലും തിരിച്ചറിയാനും, പുറകിൽ നിന്ന് വരുന്ന ശബ്ദം പോലും തിരിച്ചറിയാനും, പിന്നെ ആ മാനിന് ഓടാനുള്ള പ്രത്യേക ഒരു വേഗതയും ഒക്കെ ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അതിന് രക്ഷപ്പെടാനുള്ള എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്. പുലിക്കും അതിനും ഇര പിടിക്കാനും ഒക്കെയുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ഏത് ജീവിയാണോ അതിൻ്റെ കഴിവ് ആ നിമിഷത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്
അവർക്കുള്ളതാണ് ജീവിതം. പ്രയോജനപ്പെടുത്താത്തവർക്ക് ജീവിതം പോവുകയും ചെയ്യും. അത് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈശ്വരൻ കഴിവ് തന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ആ ഈശ്വരൻ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ഈശ്വരൻ നമ്മളെ തോന്നിക്കുക അത് ചെയ്യരുത്, അത് വകവെക്കാതെ നമ്മൾ പോയി ചെയ്യുന്നത്. എന്നിട്ട് ഈശ്വരനെ കുറ്റം പറയും. നമ്മുടെ ഉള്ളിലെ മനസാക്ഷി ഈശ്വരനാണ്. ഈശ്വരൻ എല്ലാവർക്കും കഴിവ് നൽകിയിട്ടുണ്ട്. ആ കഴിവ് പ്രയോജനപ്പെടുത്തുന്നവന് വേണ്ടിയുള്ളതാണ് ജീവിതം. ഇനി വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ 2 ടീമുകൾ തമ്മിൽ ഫുട്ബോൾ കളിക്കുന്നു. ഈ 2 കൂട്ടർ ഈശ്വരനെ വിളിക്കും. ഒരു കൂട്ടരായിരിക്കും ജയിക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടർ പറയും, ആണ്ട് ഈശ്വരൻ ഞങ്ങളോട് പക്ഷാപാതം കാണിച്ചു. അത് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? മറ്റവർ ഈശ്വരനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈശ്വരൻ ഇത് 2 പേരിലും ഇടപെടുന്നില്ല. ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴാണ് ഈശ്വരൻ പക്ഷാപാതമാകുന്നത്. 2ലും ഈശ്വരൻ ഇടപെടുന്നില്ല. പക്ഷേ ഈശ്വരൻ കൊടുത്ത കഴിവ് ഒരു ടീം പ്രയോജനപ്പെടുത്തുന്നു, അവർ ജയിക്കുന്നു. മറ്റുള്ളവർ ഈശ്വരനെ കുറ്റം പറയുന്നു. അവിടെ ഈശ്വരൻ ആരിലും ഇടപെട്ടിട്ടില്ല. ആര് നന്നായിട്ട് കഴിവ് പ്രയോഗിച്ചോ അവർക്ക് വിജയമുണ്ടായി. അതിന് ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതുപോലെയാണ് നാം ഇന്ന് പല കാര്യത്തിനും ഈശ്വരനെ കുറ്റം പറയുന്നത്. നമ്മളുടെ പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട് നമ്മൾ ചിന്തിച്ചൊരു കാര്യം ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഈശ്വരനെ കുറ്റം പറയുക. ഈശ്വരനെ നമുക്ക് ഈശ്വരൻ എല്ലാ കഴിവുകളും തന്നു, മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ഈശ്വരൻ നമ്മളുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴാണ് ഈശ്വരന് പക്ഷാപാതം ഉണ്ടാകുന്നത്. ഒരാളുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴാണ് ഈശ്വരൻ പക്ഷാപാതിയാകുന്നത്. ഈശ്വരൻ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് ഈശ്വരൻ നീതിമാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈശ്വരനെ നമ്മളിനി ക്ഷേത്രങ്ങളിൽ പോകുന്നു. അതൊക്കെ ഈശ്വരൻ്റെ പല അംശങ്ങളും ഈശ്വര അവതാരങ്ങളും ആയ ഓരോ ഈ ക്ഷേത്രങ്ങളിലോ ദേവാലയങ്ങളിലോ ഒക്കെ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഈശ്വരീയമായ ഗുണങ്ങൾ നമ്മളിലേക്ക് വരുന്നു, നമ്മുടെ ബുദ്ധി തെളിയുന്നു. അങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ ഓരോന്ന് വിജയിക്കുന്നത്. അല്ല ഈശ്വരൻ നമ്മുടെ കൂടെ നമ്മളെ കയ്യെ പിടിച്ച് നടത്തിയല്ല ഈ ജീവിതത്തിൽ വിജയിച്ചവരല്ല. അവർക്ക് ഈശ്വരനെ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരീയമായ ഗുണങ്ങൾ ഉണ്ടാകുന്നത് മൂലം അവരുടെ ബുദ്ധി തെളിയുന്നത് കൊണ്ടുമാണ് അവർ ചിന്തിച്ച് അവർ തന്നെ പ്രവർത്തിച്ചാണ് വിജയിക്കുന്നത്. അവിടെ ഈശ്വരൻ അവർക്കും ഒന്നും പ്രത്യേകിച്ച് ചെയ്തു കൊടുക്കുന്നില്ല. ഈശ്വരൻ്റെ ഗുണങ്ങൾ അവരിലേക്ക് നിത്യം ഈശ്വരനെ വണങ്ങുന്നത് കൊണ്ട് ഗുണങ്ങൾ അവരിലേക്ക് വരുന്നു, ബുദ്ധി തെളിയുന്നു. അങ്ങനെ അവർ സ്വയം പ്രവർത്തിച്ചു. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതെന്ന് പറഞ്ഞ് ജോലി ആയിരുന്നാൽ ജീവിക്കാൻ പറ്റും. അപ്പം ആരിലും ഈശ്വരൻ ഒന്നിലും ഇടപെടുന്നില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മനസാക്ഷി എപ്പോഴും നമ്മൾ അത് ശരിയാണ് ഇത് തെറ്റാണ് നമ്മുടെ ഉള്ളിൽ മനസാക്ഷി പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. നമുക്കൊരു ഒരു 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 തെറ്റായ കാര്യം ചെയ്യുമ്പോൾ അയ്യോ ചെയ്യരുതേ എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. നമുക്ക് ഈ ബുദ്ധി തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ശരിയായി തെറ്റ് ശരി അറിയാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഇതൊക്കെ ഈശ്വരൻ തന്നിട്ടുണ്ട്. നമ്മളെ സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പം ഈശ്വരനെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കുക. നമ്മുടെ കഴിവുകളാണ്, നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മളുടെ എല്ലാത്തിനും അടിസ്ഥാനം. അപ്പം നല്ല ബുദ്ധി തെളിയിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. പക്ഷെ അത് ഈശ്വരൻ ആരെയും കയ്യെ പിടിച്ച് നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനെ പോലെ നടന്നെല്ലാം ചെയ്യിക്കണമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഈശ്വരനെ ഒരിക്കലും കുറ്റം പറയരുത്. ഈശ്വരൻ നീതിമാനാണ്, ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. ഒരാളുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴാണ് പക്ഷാപാതിയാകുന്നത്, ആരിലും ഇടപെടുന്നില്ല. പിന്നെ ഈശ്വരീയമായ നന്മകൾ ചെയ്യുന്നവർക്ക് ഈശ്വരൻ കൂടുതൽ സദ്ബുദ്ധി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നവരാണ് എല്ലാ ഐശ്വര്യങ്ങളിലേക്കും പോകുന്നത്. അല്ലെങ്കിൽ മനസാക്ഷി ഉള്ളിലിരുന്ന് ഈശ്വരൻ പറയുന്നത് കേൾക്കുന്നവർക്ക് പല ആപത്തുകളും ഒഴിവാകുന്നു. ചിലരത് കേൾക്കത്തില്ല. ഈ ഉള്ളിലിരുന്ന് മനസാക്ഷി പറഞ്ഞാലും അവരതിനെ ശ്രദ്ധിക്കാതെ അവരുടെ ഇഷ്ടം പോലെ ചെയ്യും. എന്നിട്ട് ഈശ്വരനെ കുറ്റം പറയും. ഇപ്പം ഈശ്വരൻ എന്നുള്ളത് ശുദ്ധബോധമാണ്. അതെല്ലാവരുടെയും ഉള്ളിലും ഉണ്ട്. പക്ഷെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്, തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. അപ്പം നിങ്ങളുടെ ശരിയുടെയും തെറ്റിൻ്റെയും എല്ലാം കാരണം നിങ്ങളുടെ പ്രവൃത്തി തന്നെയാണ്. അതിന് ഈശ്വരനെ ഒരിക്കലും കുറ്റം പറയരുത്. അപ്പോൾ ഈശ്വരൻ നീതിമാനാണ്. അനശ്വരനായ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എൻ്റെ ഒരു അറിവ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ല തള്ളിക്കളയാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.